तुमने जो कहा वो मैंने किया। अब मुझे पैसा चाहिए। तो पैसा चाहिए तुझे? ये ले पैसा, ये ले जाओ इसे और बंद कर दो। हमसे पैसा मांगता है बेवकूफ। तुझे पैसा नहीं, गोली मिलेगी, गोली। देख देख इसकी हालत। जब से जवान बेटा मरा है, सदमा सा लगा है इसे। हमारा बेटा अपनी कौम की आजादी के लिए लड़ा था। इसे तेरे माँ के आदमियों ने बड़े बेरहमी से कत्ल कर दिया। तुम्हारा अंधा कानून और अंधी सरकार से लड़कर हमारा जवान बेटा शहीद हो गया। रुखसाना, इसे तेरे बेटे की मौत की कीमत चुकानी पड़ेगी, चुकानी पड़ेगी इसे। खत्म कर दूंगा इसे, खत्म कर दूंगा, मैं करूंगा इसे। മാനസി, ഞാൻ ഒരുപാട് തെറ്റിയിട്ടുണ്ട്. ഇവരെന്നെ കൊല്ലും. പ്ലീസ്, നിന്റെ അമ്മയോട് പാണ്ഡ്യയുടെ വിധി മാറ്റി എഴുതാൻ പറയണം. ഒരു രാജ്യദ്രോഹി മോചിപ്പിച്ചുകൊണ്ട് എന്റെ അമ്മ ഒരിക്കലും ഒരു വിധി പറയില്ല. അങ്ങനെ നിങ്ങൾ കരുതേ വേണ്ട. मेरी माँ का जजमेंट अगर मेरी मौत बन जाए तो मुझे खुशी होगी. 16 दिन पहले अपने मरे हुए बेटे का जला हुआ हाथ देखने के बाद जस्टिस उषा वर्मा अपनी बेटी के मौत का फैसला सुना सकेगी. संजय, सत्यम പറയൂ, എന്റെ ഉണ്ണിയേട്ടന് എന്ത് പറ്റി? ഞാൻ बता दे इसको कि इसका भाई किस तरह से शहीद हुआ था. നീ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ നാഥുറാമിന്റെ പ്ലാനിങ് അവൻ ആരായിരുന്നു നിനക്കറിയോ? അവന്റെ അച്ഛൻ ഡയമണ്ട് മർച്ചന്റ് അല്ല, ഫ്രാൻസിൽ സെറ്റിൽ ചെയ്തിട്ടുമില്ല. ആ പോയ മനുഷ്യനാണ് അവന്റെ അച്ഛൻ. ലഖൻ അബ്ബാസ് ഖുറൈഷിയുടെ മകൻ ആഷിഖ് വൈസാണ് നാഥുറാം. ഇവരൊക്കെ ചേർന്ന് നിന്റെ ഉണ്ണിയേട്ടനെ ബോംബ് വെച്ച് കൊന്നു. എനിക്കതിന് കൂട്ടുനിൽക്കേണ്ടി വന്നു. I'm sorry. ഞാനത് വിശ്വസിക്കില്ല. എന്റെ ഉണ്ണി മരിച്ചിട്ടില്ല. അച്ഛനെ പോലെ എന്റെ ഉണ്ണി രക്ഷിക്കാൻ പറ്റില്ലല്ലോ. അച്ഛന് കഴിഞ്ഞില്ല മോളെ, കഴിഞ്ഞില്ല. നെയിം സാർ, അവിടെ വെച്ചേക്കൂ. PTI വിളിച്ചിരുന്നു. हेलो, उषा वर्मा हियर. तुम्हारी बेटी मेरे कब्जे में है. हेलो हेलो, आप कौन बोल रहे हैं? अगर मेरे आदमी जग्गू को कुछ भी हुआ ना तो तेरी बेटी के टुकड़े टुकड़े कर दूंगा मैं. तुम्हारी पुलिस फोर्स अगर चाहे भी तो उसे मेरे कब्जे से छुड़ा नहीं सकेगी, समझी? എന്റെ മോള്, അവളെ അവർ തട്ടിക്കൊണ്ടുപോയി. മോൾ അവരുടെ കസ്റ്റഡിയില്ല. അവരാ വിളിച്ചത്. ഡൽഹി പോലീസ് കമ്മീഷൻ വിളിച്ചിരുന്നു. ബോർഡർ പോസ്റ്റ് ഒക്കെ അവർ ക്ലോസ് ചെയ്തു. 24 മണിക്കൂറിനകം അവർ മാനസിയെ കണ്ടുപിടിക്കും. ഇല്ല, അവരെന്റെ മോളെ കൊല്ലും. മാനസിക്കൊന്നും സംഭവിക്കില്ല. ദൂരദർശൻ ഓരോ മണിക്കൂർ ഇടവിട്ട് മോളുടെ ഫോട്ടോ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. മറിയ, ഉണ്ണിയുടെ ജയ്പൂരിലെ ടെലിഫോൺ നമ്പർ എത്രയാ? അവനെ വേഗം വിളിക്ക്. ഇപ്പൊ തന്നെ അവനോട് തിരിക്കാൻ പറയൂ.
हेलो 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 जस्टिस उषा वर्मा हियर आई एम कॉलिंग फ्रॉम दिल्ली यस Unni's mother can you get him on the line what oh god ഉണ്ണി അവിടെ എത്തിയിട്ടില്ലെന്ന് ഇവിടെ നമ്മൾ അങ്ങോട്ടല്ലേ പോയത് ഈശ്വര എന്റെ മക്കൾക്ക് ഒരാപത്തും വരുത്തല്ലേ മറിയ അവന്റെ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും നമ്പർ ഒന്ന് ട്രൈ ചെയ്യും രാജാ രാജാ കരയരുത് ചേച്ചി മാനസി രാജാ ഇനി എനിക്കറിയേണ്ടത് ഉണ്ണിയെ കുറിച്ചാണ് അവൻ എന്ത് പറ്റി അവൻ ജയ്പൂരിൽ എത്തിയിട്ടില്ല എന്ന് ചേച്ചി അത് രാജാ ഇനി നീ എന്നെ ഒരു വിഡ്ഢിയാക്കരുത് ഉണ്ണി ഫോൺ ചെയ്തു നുണ പറഞ്ഞു നിങ്ങളെല്ലാവരും ചേർന്ന് എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട് രാജാ പറയടാ ചേച്ചി സുൽത്താൻ റോഡിലെ ബോംബ് ബ്ലാസ്റ്റിൽ എന്താ ഉണ്ണി കൊല്ലപ്പെട്ടിട്ട് 10 ദിവസം കഴിഞ്ഞു മാഡം STFന്റെ ഒരു പ്ലാൻ മർഡർ ആയിരുന്നു അത് ഇല്ല എന്റെ മോനുണ്ണി അവനൊന്നും സംഭവിച്ചിട്ടില്ല അവനൊന്നും സംഭവിച്ചിട്ടില്ല അവസാനമായി അവന്റെ മുഖം പോലും നിങ്ങൾ എന്നെ ഒന്ന് കാണിച്ചില്ലല്ലോ 10 ദിവസം ഇത് പറയാൻ പറ്റാതെ മനസ്സിൽ വെച്ച് ഞാൻ അനുഭവിച്ച വേദന എല്ലാം നമ്മൾ സഹിച്ചേ പറ്റൂ आज की ताजा खबर जज साहब की बेटी को अगवा कर लिया गया अखबार ले लो अखबार ले लो अखबार ले लो आज की ताजा खबर आज की ताजा खबर Miss Manasi Verma, daughter of Justice Usha Verma, has been kidnapped by some unidentified gunmen at 2 p.m. from Karol Bagh in New Delhi today. According to a description issued, Miss Manasi Verma is 5 feet 5 inches in height and has a fair complexion. Any information regarding the whereabouts of Miss Manasi Verma may please be conveyed to the police headquarters. The police control room numbers are 331. मिस्टर भारद्वाज सर श्रीनगर से तुम्हें कोई खबर मिली नो सर तुम फौरन सारे बॉर्डर पोस्ट बंद कर दो कुरैशी और उसका ग्रुप किसी भी वक्त बॉर्डर पोस्ट से फरार हो सकता है ലഗൻ അബ്ബാസ് ഖുറേഷി ഇവനാണ് അവരുടെ ലീഡർ സഞ്ജയ് സ്കൂൾ ഓഫ് ഡ്രാമ സ്റ്റുഡന്റ് അനാഥനാണ് മയക്കുമരുന്നിന് അടിമയുമാണ് ഇവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല
क्या समझती थी कि इतने आसानी से यहाँ से निकल जाएगी? अरे अगर भगवान भी चाहे तो तुझे यहाँ से नहीं चल चल अंदर। मैडम, will your personal problems including kidnapping of your daughter affect or influence your verdict in the court? Certainly not. Thank you. Do you feel, madam, that you are a celebrity now? ഞങ്ങൾ പത്രക്കാർക്കോ പബ്ലിക്കിനോ അറിയാത്ത എന്തെങ്കിലും ഡീൽ HTF-മായി നടന്നിട്ടുണ്ടോ? I am sorry. Excuse me. മേം സാബ്, എനിക്ക് പട്ടാളക്കാരന്റെ ബുദ്ധിയേ ഉള്ളൂ. ആ ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ആയുസോടെ ഇവിടെ നിൽക്കുന്നത്. ഓരോ അറ്റംപ്റ്റിൽ നിന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും വേണ്ട, കണക്ക് നിരത്തി നന്ദി മേടിക്കാൻ വന്നതല്ല ഞാൻ. ഒരിക്കൽ മേം സാബ് എന്നെ ആട്ടിയിറക്കി. യു ഡിഡ് നോട്ട് കൺസിഡർ ദ ഹ്യൂമാനിറ്റി സൈഡ് ഓഫ് എ സോൾജർ. നിലമ്പൂർ ആയിരവല്ലി കോവിലകത്തെ ശ്യാം മോഹൻ എന്ന ഈ പട്ടാളക്കാരൻ അറിഞ്ഞുകൊണ്ട് ആരെയും കൊന്നിട്ടില്ല. ഒരു കാവൽ നായെ പോലെ നിങ്ങളുടെയും മകളുടെയും പിറകെ ഞാൻ നടന്നപ്പോ നിങ്ങൾ എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്തു. അന്ന് ഞാനതൊക്കെ സഹിച്ചത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയിട്ട. ശ്യാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഐ ഡിസേർവ് ഇറ്റ്. ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, ഒരിക്കലും പറയിപ്പിക്കില്ലെന്ന് അവർ പറഞ്ഞ വിധി എനിക്ക് ഡയസിലിരുന്ന് വായിക്കണം. ജഗ്മോഹൻ പാണ്ഡെയുടെ ജഡ്ജ്മെന്റ് എഴുതുന്നത് വരെ ഡൽഹിയിൽ എനിക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ശ്യാം. തന്നെ ഇപ്പോൾ തനിക്കറിയാവുന്നതിൽ കൂടുതൽ എന്റെ ചേച്ചിക്കറിയാം. ഈ നിമിഷം മുതൽ ഞങ്ങളുടെ സെക്യൂരിറ്റി വിങ്ങിനുള്ളിലാണ് മേം സാബ്. വി വിൽ സെറ്റ് ദം സർ. वो कहां छुपा रखा है तुम लोगों ने? बताओ. സാർ അവനെ അറിയാം. ഇടിച്ചവന്റെ കൂമ്പ് വാട്ടി അവൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയിക്കാം. बोल, तू अच्छी तरह जानता है. अगर तू नहीं बोलेगा तो मैं तुझसे बुलवाना जानता हूँ, समझा? तू जज को बोलकर मुझे फांसी से बचा सकता है क्या? नहीं बचा सकता. लो श्याम. അല്ല സാർ, ആയിരക്കണക്കിന് നിരപരാധികളെ ബോംബ് വെച്ച് ചിന്നി ചിതറിച്ച അവനെ വെറുതെ വിട്ടുകൊടുക്കണം. നല്ലടാ പട്ടി. मारो और मारो, मगर एक बात अच्छी तरह से याद रखना, अच्छी तरह से याद रखना. हर एक मार का बदला वो लड़की जरूर भुगतेगी, क्योंकि यहाँ पर हमारे आदमी मौजूद हैं. चुप! मैं तेरे मुंह से ये राज जरूर बुलवाऊंगा, बास्टर्ड! മേം സാബ്, താങ്ക് യു. കഴിഞ്ഞു അല്ലേ? എഴുതി തീർത്തത് മാനസയുടെ വിധിയാണ്. നാളെ ഡൽഹിയിൽ എവിടെയെങ്കിലും കിടന്ന് എന്റെ മോളുടെ ബോഡി കിട്ടിയാൽ അതെങ്കിലും നിങ്ങൾ എന്നെ കാണിക്കണം. നോ മേം സാബ്, അരുതാത്തതൊന്നും മനസ്സിൽ വിചാരിക്കണ്ട.